Hi friends, welcome to Craft Wonders. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എപ്പോക്സി റെസിൻ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ക്ലോക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതിന് എന്തെല്ലാം മെറ്റീരിയൽസ് ആണ് വേണ്ടത്, ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ റൗണ്ട് ഷേപ്പിലുള്ള MDF ബോർഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, 23 ഇഞ്ചാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ആദ്യം ചെയ്തത് എന്താ വെച്ചാൽ ആക്രിലിക് കളേഴ്സ് വെച്ചിട്ട് ഒരു വൈറ്റ് കളർ വെച്ചിട്ട് ഒരു ബേസ് കോട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്ലോക്കിൻ്റെ കളർ അനുസരിച്ച് നിങ്ങൾക്ക് ഏത് കളർ ബേസ് കോട്ട് വേണമെങ്കിലും അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി മെറ്റീരിയൽസ് എന്തൊക്കെയാണ് നോക്കാം. നമുക്ക് ഇതിനായിട്ട് നമുക്ക് റെസിൻ വേണം. അതിൻ്റെ കൂടെ ഒരു മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ഹാർഡനറും കിട്ടും. ഞാൻ ഈ ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസിനാണ് വാങ്ങിച്ചത്. റെസിൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് കമ്പനിയുടെ വേണമെങ്കിലും വാങ്ങിക്കാം. പിന്നെ വേണ്ടത് നമുക്ക് കളേഴ്സാണ്, മിക്സ് ചെയ്യാനുള്ള കളേഴ്സാണ്. ഞാനൊരു ബ്ലൂവും വൈറ്റ് അങ്ങനത്തെ കളേഴ്സാണ് വാങ്ങിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ തീമിനനുസരിച്ചിട്ട് വാങ്ങാം. പിന്നെ ഞാൻ വാങ്ങിച്ചത് ക്ലിയർ ക്രിസ്റ്റലാണ്. ഇതിൻ്റെ പല കളറും പല ഷേപ്പിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മുടെ ഡിസൈൻ അനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാം. പിന്നെ നമുക്കിത് ബബിൾസൊക്കെ പോകാനായിട്ടുള്ള ഒരു ലൈറ്ററാണ്. അല്ലാതെ തന്നെ നമുക്ക് ഈ ബബിൾസ് കളയാനായിട്ടുള്ള ഇതുപോലത്തെ റെസിൻ ബബിൾ റിമൂവർ സ്പ്രേയും കിട്ടും. അതും നിങ്ങൾക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാം. പിന്നെ ഹെയർ ഡ്രയർ വേണം. പിന്നെ മെയിനായിട്ട് നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൗസും മാസ്കും അത് നിർബന്ധമായിട്ട് നമ്മൾ ധരിച്ചിരിക്കണം. അതുപോലെ നമുക്ക് റെസിൻ അളക്കാനായിട്ട് നമുക്ക് മെഷറിംഗ് കപ്പ് അല്ലെങ്കിൽ വെയിങ് മെഷീനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഇത്തരം മെറ്റീരിയൽസൊക്കെയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഇത് അങ്ങനെ നമ്മൾ കാണുന്ന പോലെ വളരെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊന്നുള്ള സംഭവമല്ല. വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. മെയിനായിട്ട് നമുക്ക് റെസിനും ഹാർഡനറും അത് കറക്റ്റ് അളവിൽ മിക്സ് ചെയ്യണം. ഇപ്പോൾ ചില റെസിനിൽ നമുക്ക് 2:1 റേഷ്യോയിലായിരിക്കും നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് പക്ഷേ 3:1 റേഷ്യോയിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ മെഷറിംഗ് കപ്പ് അല്ലെങ്കിൽ നമ്മൾ വെയിങ് മെഷീനിലൊക്കെ നമുക്ക് അതുപോലെ കറക്റ്റ് അളവെടുത്ത് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ റെസിനും അതുപോലെ ഹാർഡനറും 3:1 റേഷ്യോയിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ സ്പീഡിൽ മിക്സ് ചെയ്യരുത്, ബബിൾസ് വരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ ഏത് കളറാണ് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങളുടെ ക്ലോക്കിൻ്റെ ഡിസൈൻ അനുസരിച്ചിട്ടുള്ള കളർ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് കളറിൽ കൂടെ നമ്മൾ റെസിന് നമ്മുടെ ആവശ്യത്തിന് എത്ര റെസിൻ വേണോ അത്ര റെസിൻ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാനൊരു ബ്ലൂ കളറും ഗ്രീൻ കളറും എടുത്തിട്ടുണ്ട്. അതിൽ ഞാനിതുപോലെ റെസിൻ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാൻ ക്ലോക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലിയർ ക്രിസ്റ്റൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ കളർ മിക്സ് ചെയ്യുന്ന പോലെ തന്നെ ക്ലിയർ ക്രിസ്റ്റലിലും നമ്മൾ റെസിൻ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ മിക്സിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ചെയ്ത് നോക്കാം. ഞാനിവിടെ പലരും പലതരത്തിലാണ് ചെയ്യുന്നത്. ചിലർ കളറ് ഒഴിച്ചതിന് ശേഷമായിരിക്കും ക്രിസ്റ്റൽ ഇടുന്നത്. ചിലർ ഞാൻ ചെയ്യുന്ന പോലെ ഡയറക്റ്റ് ഇടാറുണ്ട്. അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ക്രിസ്റ്റൽ ഇട്ടിട്ട് ഒരു ചെറിയൊരു പാർട്ടീഷൻ പോലൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്രിസ്റ്റലിൽ റെസിൻ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്രിസ്റ്റൽ ഇതുപോലെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ക്രിസ്റ്റൽ എടുത്തിട്ട് അതിൽ കുറച്ച് മെറ്റാലിക് കളറും ഗോൾഡൻ മെറ്റാലിക് കളറും അതുപോലെ റെസിനും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്നിട്ട് നമ്മൾ ക്ലിയർ ക്രിസ്റ്റൽ ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ സൈഡിൽ ഇതും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഞാനൊരു ഡിസൈനിന് വേണ്ടി ചെയ്തതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഗോൾഡന് പകരം സിൽവർ ഇടാം, എല്ലാം ഇടാം. അപ്പോൾ ഞാൻ ക്ലിയർ ക്രിസ്റ്റലിൻ്റെ കൂടെ അതിൻ്റെ സൈഡിലായിട്ടാണ് ഞാൻ ഇതിട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ കളർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇവിടെ ഞാനൊരു ഗ്രീൻ കളറല്ല, ഒരു പ്രത്യേക ഒരു കളറാണ്. ഇത് ഗ്രീനും ബ്ലൂ ഒക്കെ കൂടിയിട്ടുള്ള ഒരു കളറാണ്. അതാണ് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഞാൻ ഈ ഒരു സൈഡിലായിട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ എല്ലാ സൈഡിലേക്കും ആക്കി കൊടുക്കുന്നുണ്ട്. ഭയങ്കര കട്ടിയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് വലിയ റൗണ്ട് ഷേപ്പിലുള്ള MDF ബോർഡാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് റെസിൻ ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേസ്റ്റ് ചെയ്യാണ്ടാണ് ഞാനിത് ചെയ്യണത്. അപ്പോൾ ഞാനിത് മുഴുവനും 2 സൈഡിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടല്ലേ, അപ്പോൾ 2 സൈഡിലും ഞാനിതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ ആണ് നമ്മൾ എല്ലാ സൈഡിലേക്കും പരത്തി കൊടുക്കുന്നത്. അപ്പോൾ ഗ്ലൗസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒപ്പം തന്നെ മാസ്കും ഇടണം. അപ്പോൾ ഞാൻ 2 സൈഡിൽ ആ കളറ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ബ്ലൂ കളർ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു മാർബിൾ എഫക്റ്റ് എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഏത് ഡിസൈനാണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമേ ഒന്ന് തീരുമാനിക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് ആ കളർ ഉണ്ടാക്കിയിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് ബ്ലൂ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്രൗൺ കളർ, ഗോൾഡ് അല്ല, ഒരു ബ്രൗൺ കളറാണ് ഇത്. അപ്പോൾ അതും ഞാൻ ഇതുപോലെ സൈഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു മാർബിൾ ഡിസൈനിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് ഞാൻ ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ അതിൻ്റെ മുകളിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ കളർ ഇങ്ങനെ മിക്സായിട്ട് നല്ല മാർബിൾ ഡിസൈൻ പോലെ വരും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഈ റെസിൻ ആർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആകെ മെസ്സി ആവും എന്നുള്ളതാണ്. അപ്പോൾ ഏത് ടോപ്പിൽ വെച്ചിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത് അതിലൊക്കെ നമ്മൾ എന്തെങ്കിലും അടിയിൽ പേപ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മളിതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ബോർഡിന് ചുറ്റും നമ്മളൊരു മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. ഞാനത് ചെയ്തില്ല, അതുകൊണ്ട് എനിക്കത് ലാസ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടായി. ഇതെല്ലാം ഒലിച്ചിങ്ങനെ സൈഡിലേക്ക് വന്നിട്ട് അതുണ്ടായി. മറിച്ച് നമ്മൾ മാസ്കിംഗ് ടേപ്പ് വെച്ച് സെക്യൂറായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആ മാസ്കിംഗ് ടേപ്പ് എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അറ്റൊക്കെ നല്ല നീറ്റായിട്ട് വരും. അപ്പം ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഈ ക്ലോക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ പോരായ്മകളൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എടുത്തത് പറയുന്നത്. അപ്പം മാർബിളിൻ്റെ ഡിസൈനൊക്കെ ആയിട്ടുണ്ട്. ഇനി റെസിൻ ആർട്ടിൽ നമ്മൾ നേരിടുന്നൊരു ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ബബിൾസ് വരാമെന്നുള്ളതാണ്. അപ്പോൾ അതിനാണ് നമുക്ക് ഇതുപോലെ ലൈറ്റർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്പ്രേ ഉണ്ട്, അതായത് ബബിൾസ് റിമൂവർ സ്പ്രേ, അത് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ബാക്കി വന്നിടത്തെല്ലാം വൈറ്റ് കളർ ആഡ് ചെയ്തിട്ടുള്ള റെസിന് ഒഴിച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഗ്രീനും അതുപോലെ ബ്ലൂവും അതുപോലെ ബ്രൗൺ കളറൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി ഭാഗത്തൊക്കെ ഒരു മാർബിൾ എഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മുമ്പ് കാണിച്ചു തന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഡിസൈൻ ഒഴിച്ചതിന് ശേഷം നമുക്ക് എയർ ഡ്രയർ എടുത്തിട്ട് നമ്മൾ മാർബിൾ എഫക്റ്റ് വരുന്ന പോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിവിടെ ബേസായിട്ട് നമ്മളൊരു വൈറ്റ് കളർ റെസിനാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഡിസൈൻ ഒഴിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മൾ വിചാരിച്ചൊരു എഫക്റ്റ് കിട്ടുകയുള്ളൂ. എന്ത് ചെയ്യണമെങ്കിലും അത് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഹെയർ ഡ്രയർ ഉപയോഗിക്കണം. ഇപ്പോൾ ഹെയർ ഡ്രയറിന് പകരം നമുക്ക് ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ടൊക്കെ ഡിസൈനൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അതൊക്കെ നമ്മുടെ ഒരു ഐഡിയ പോലെ ചെയ്യാം. എന്ത് തന്നെ ആയാലും റെസിൻ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഞാനിവിടെ ഗോൾഡൻ ലീഫ് എടുത്തിട്ടുണ്ട്. ഗോൾഡൻ ലീഫ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഗോൾഡൻ ലീഫ് അതുപോലെ സിൽവർ, കോപ്പർ, അങ്ങനെ കുറേ ലീഫുകൾ നമുക്കിതുപോലെ വാങ്ങിക്കാൻ കിട്ടും. അത് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നമ്മുടെ റെസിനിൽ ഇട്ടിട്ട് നമുക്ക് വീണ്ടും ഇതിന് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച്, ഇതൊക്കെ ഓപ്ഷനിലാണ്, ഇതൊന്നും നിർബന്ധമില്ല, സിമ്പിളായിട്ടായാലും നമുക്ക് ചെയ്യാം. അപ്പം ഞാനിവിടെ നമ്മൾ ക്രിസ്റ്റൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ മുകളിൽ കുറച്ച് ഈ ഗോൾഡൻ ലീഫിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ റെസിനിൽ ഒഴിച്ചിട്ടുള്ള ഗോൾഡൻ മിക്സ് ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്. ഇത് എങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്കിത് 24 മണിക്കൂർ മിനിമം ഇത് ഡ്രൈ ചെയ്യാൻ വെക്കണം. ഇത് റൂം ടെമ്പറേച്ചറിൽ വേണം ഡ്രൈ ചെയ്യാനായിട്ട്. 24 hours മിനിമം ഡ്രൈ ചെയ്യണം.
അപ്പോൾ ഇത് 24 hours ഡ്രൈ ആയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ക്ലോക്കിൻ്റെ മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ റോമൻ നമ്പേഴ്സാണ് എടുത്തിട്ടുള്ളത്. റോമൻ നമ്പേഴ്സ് എടുത്തിട്ട് ഞാൻ എവിടെയൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. സ്റ്റിക്ക് ചെയ്യണമെന്നില്ല. അതിന് ശേഷം നമ്മൾ റെസിൻ എടുക്കുക. അതായത് കളറൊന്നും മിക്സ് ചെയ്യാത്ത പ്ലെയിൻ ആയിട്ടുള്ള റെസിൻ എടുത്തതിന് ശേഷം ഒരു കോട്ട് മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുക. എല്ലാത്തിൻ്റെയും മുകളിലൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒരു കോട്ട് റെസിൻ ഒഴിച്ചാലാണ് നല്ല ഭംഗിയായിട്ട് നീറ്റായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ക്രിസ്റ്റലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലൂടെ വേണമെങ്കിൽ ഒഴിക്കാം, ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ലെറ്റേഴ്സ് നമ്പേഴ്സൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലൂടെയും ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഒഴിക്കരുത്, അതൊന്ന് സ്റ്റിക്കാവാൻ മാത്രം ആവുന്ന രീതിയിലായിരിക്കണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരുപാട് തിക്കിലും ഒഴിക്കേണ്ട, ജസ്റ്റ് ഒരു ചെറിയൊരു ലെയർ പോലെ ഇത് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളൊരു കോട്ട് റെസിൻ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലും ബബിൾസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ലൈറ്ററോ അല്ലെങ്കിൽ ബബിൾ റിമൂവർ സ്പ്രേ ഉപയോഗിച്ചിട്ടായാലും നമുക്ക് ബബിൾസ് കളയാവുന്നതാണ്. ഇത് നമ്മൾ മറ്റേത് ചെയ്ത പോലെ തന്നെ 24 hours റൂം ടെമ്പറേച്ചറിൽ ഡ്രൈ ആക്കാൻ വെക്കണം. ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ക്ലോക്കിൻ്റെ നീഡിൽസും അതുപോലെ മെഷീനൊക്കെ ഫിറ്റ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്, എല്ലാവരും ചെയ്ത് നോക്കണം. മെറ്റീരിയൽസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്. റെസിനായാലും എല്ലാം മിക്സ് ചെയ്യുന്നതൊക്കെ വളരെ സിമ്പിളാണ്. അങ്ങനെ നമ്മൾ വിചാരിക്കും കാണുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ, പക്ഷേ ഈസിയാണ്. ആദ്യം ഒരു ചെറിയ ക്ലോക്കിൽ നിങ്ങൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ മെറ്റീരിയൽസിൻ്റെ ലിസ്റ്റും അതുപോലെ തന്നെ ആമസോണിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്കത് നോക്കിയിട്ട് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോസുമായി ഇനിയും കാണാം. ബൈ ബൈ.